ഈ മരിച്ചു കിടക്കുന്ന മാർവലിലെ ഏക കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ഡെഡ്പൂൾ. ആ ഒരു ക്യാരക്ടറെ വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നെന്ന് പറയും ഈ എല്ലാ ഫേസുകളിലും വെച്ച് തന്നെ. കാരണം ഫേസ് 4ലും 5ലൊക്കെ മാർവലിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഫേസ് 3ൻ്റെ ആ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു മര്യാദയ്ക്കൊരു നല്ല പടം, ഒരു നോ വേ ഹോം ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ആ ഒരു പഴയ വൈബിൽ വരുന്ന ആ ഒരു നേച്ചറേ അല്ല മാർവലിൽ കിട്ടിയിട്ടുള്ളത്. സോ അതിൽ നിന്നൊരു ഷിഫ്റ്റ് ഒരു ഇപ്പോൾ ഈ റീസെൻ്റ്ലി തന്നെ കാങ് എന്നൊരു ക്യാരക്ടറിനെ വെച്ചിട്ടായിരുന്നു ഇവർ ഈ ഒരു ഫേസ് മുഴുവനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ കാങ് ഡൈനാസ്റ്റി, അത് കഴിഞ്ഞിട്ടുള്ള കാങ് വാർ ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഫേസ് 5 and 6ലൊക്കെ എൻ്റെ ഏരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ കൊളാപ്സ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഇതിന് പുറകിൽ നടന്നുകൊണ്ടിരുന്നത്. സോ അങ്ങനെ മൊത്തത്തിൽ മാർവൽ അലങ്കോലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു ട്രെയിലർ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ വർഷം ജൂലൈ 26 തന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. സോ ഡെഡ്പൂൾ ആൻഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡെഡ്പൂൾ 3, ഡെഡ്പൂൾ ആൻഡ് ലോഗൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകൾ ഇതിനോട് ചർച്ച ചെയ്ത് വന്നതിൽ പെട്ടൊരു സിനിമ അല്ലെങ്കിൽ പെട്ടൊരു പേരാണ് ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയാം. എക്സാക്റ്റ് അല്ലെങ്കിൽ നല്ല കിഡിലൻ ടൈറ്റിൽ എന്ന് പറയാം. കാരണം ഈക്വൽ ബാലൻസ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഡെഡ്പൂളിനും വോൾവറിനും കൊടുത്തിട്ടുള്ളൊരു സിനിമയായിരിക്കും. ആ ഒരു ക്യാരക്ടറിൻ്റെ ഈ സിനിമയിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി എക്സ്പെൻ യൂണിവേഴ്സിലെ ക്യാരക്ടേഴ്സ് ഇതിലേക്ക് വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനു മുമ്പ് പല സിനിമകളും ടീസ് ചെയ്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബാക്കി ഏത് ക്യാരക്ടർ വന്നാലും ഈ 2 ക്യാരക്ടേഴ്സ് ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. ഇറ്റ് വിൽ ബി അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഓൾറെഡി നമ്മൾ ലോഗൻ എന്ന സിനിമയിലൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീഷൻ നമ്മൾ കണ്ടതാണ്. ദെൻ ഇനി ഹഗ് ജാക്ക്മാൻ ഇനി ഈ ഒരു ക്യാരക്ടറായിട്ട് വരില്ല എന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറഞ്ഞ പോലെ എക്സ്ട്രാ സർപ്രൈസ് ആയിട്ട് ഈ ഒരു സിനിമയിൽ ഇദ്ദേഹം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വോൾവറിൻ്റെ കംബാക്ക് ആണ് നമുക്ക് ഓൾറെഡി കണ്ടത്. പോരാത്തതിന് ഡെഡ്പൂളും കൂടി ഇതിലേക്ക് വരുന്നത് പറയുമ്പോൾ ഇറ്റ്സ് മച്ച് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി എൻറ്റയർ ഫേസ് ഓഫ് മാർവൽ എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ അതിന് ട്രെയിലർ ഭയങ്കരധികം ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നത്. ആൻഡ് ആ ട്രെയിലർ അതേപോലെ തന്നെ പ്രോമിസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. വോൾവറിനെ കുറച്ച് കൂടുതൽ കാണിച്ചില്ല എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അതൊരു പോരായ്മയല്ല, ജസ്റ്റ് ടീസിങ് തന്നെയാണ്. നമുക്കറിയാം മാർവൽ എങ്ങനെയാണ് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത്. ഇനി ഒരുപാട് ട്രെയിലറുകൾ, ഒരുപാട് ഡ്രോപ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ട്രെയിലറിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന ഒരു സിനിമയിൽ ഡെഡ്പൂൾ എന്നൊരു ക്യാരക്ടറിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ്, എങ്ങനെയാണ് നടന്നത്, എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്നായിരിക്കും. സിനിമയിലുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇനി അവരിങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ട് വിട്ടുകൊണ്ടിരിക്കും. അധികം കാര്യങ്ങൾ റിവീൽ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്ഥിരം നമ്മൾ കാണാറുള്ളതാണ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു പാറ്റേൺ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരും. പ്രധാനപ്പെട്ട പല ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ട്രെയിലറിലും ടീസറിലൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഒരു ഹൈ മൊമെൻറ്റ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഉള്ളത് മിസ്സായി പല അനുഭവങ്ങൾ ഇതിനു മുമ്പ് പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഒരുപാട് കാണിച്ചതിലാവേണ്ടിരുന്നത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ടീസ് ചെയ്ത് വിടാം. ആ ഒരു ഹൈ മൊമെൻറ്റ് തന്ന് എന്താണ് വരാൻ പോകുന്നുള്ളൊരു ആ ഒരു ഷാഡോ കണ്ടാൽ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം ആരാണെന്നുള്ളത്. സോ ആ രീതിയിൽ ഇങ്ങനെ ടീസ് ചെയ്ത് ദെൻ വോൾവറിൻ്റെ ഒരു കോസ്റ്റ്യൂം, അതിന് മുമ്പ് നടക്കുന്ന ആക്ഷൻ സീക്വൻസുകളിൽ ഇവരുടെ ആ ഒരു സ്റ്റിൽ ഫോട്ടോസൊക്കെ ഒരുപാട് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഒഫീഷ്യലായിട്ട് ലീക്കൊന്നുമല്ല, ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം ഏത് കോസ്റ്റ്യൂമിലായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ളതൊക്കെ. പക്ഷേ ആ ഒരു ടീസറിൽ അത് ഒരു സിനിമാറ്റിക് മോഡിൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് ഇറ്റ്സ് ഗ്രേറ്റ്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ കോമിക് ഫാൻസിന് ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കൂടുതലായിട്ടും മറ്റേ കോസ്റ്റ്യൂംസിലൊക്കെ ആയിരിക്കും എക്സ്പെൻസ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. സോ അതിൻ്റെയും കൂടി ഒരു മൊത്തത്തിലൊരു ട്രിബ്യൂട്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ. പോരാ തന്നെ ഡെഡ്പൂൾ പോലെ ഒരു ക്യാരക്ടർ ഇതിലേക്ക് വന്നിട്ട് ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇപ്പോൾ കിടക്കുന്ന ആ ഒരു മൊത്തത്തിലുള്ള ടൈം ലൈനും മുഴുവനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്തു വെക്കും, ഇതിൻ്റെ എൻ ക്രെഡിറ്റിൽ അങ്ങനെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പല പല പോസിബിലിറ്റീസ് ഈ സിനിമയെ പറ്റിയുണ്ട്. സോ ടീസറിൽ നമ്മൾ കണ്ടത് ആ ടൈം വേരിയൻസ് അതോറിറ്റി ഈ ഒരു ക്യാരക്ടറെ പിടിച്ചുകൊണ്ട് വന്ന് ഓൾറെഡി ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ടിവിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതും ഇപ്പോൾ ലോക്കിയുടെ സീസൺ 1 and 2 ഒക്കെ കണ്ടതൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈം ലൈനിലാണ്, ഇപ്പോൾ ലോക്കിക്ക് മുമ്പാണ്, ലോക്കിക്ക് ശേഷമാണ് എന്നുള്ളതൊക്കെ കൂടുതലായിട്ടൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അതൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാണിച്ചിട്ടുള്ളത്. പിന്നെ വേറൊന്ന്, മറ്റ് 2 ഡെഡ്പൂൾ സിനിമകളും R-rated ആയിരുന്നു. ഈ സിനിമ R-rated ആവണം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. ഓൾറെഡി ഡെഡ്പൂൾ ഉണ്ട്, അതിൻ്റെ കൂടെ വോൾവറിൻ. ഇവരിങ്ങനെ ചോര തെറിപ്പിക്കാണ്ട് ഒരു രസം ഉണ്ടാവില്ല എനിക്ക് തോന്നി. PG-13 ആലുമായിട്ടുണ്ടാവും. സോ അതെന്താ സംഭവം എന്ന് ഒരു പിടുത്തില്ല. ദെൻ 3 ഡെഡ്പൂൾ സിനിമകൾക്കും 3 തരത്തിലുള്ള ഡയറക്ടേഴ്സാണ്. പക്ഷേ 3 പേരും അടിപൊളി സാധനങ്ങളാണ്. ഇതിന് മുമ്പ് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ ഡെഡ്പൂൾ ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറിൻ്റെ ജസ്റ്റ് ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ക്യാരക്ടർ കരിസ്മയൊന്നും അല്ല. റയാൻ റെയ്നോൾഡ്സിൻ്റെ ഡയലോഗ് ഡെലിവറി, ദെൻ ആ ഒരു ക്യാരക്ടർ ബാക്കിയുള്ളവർ ടൂക്കൽ, ഇതൊക്കെ കാണാനാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെഡ്പൂളിൻ്റെ ഒരു തമിഴ് ഡബ്ഡ് വെർഷൻ ഉണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ ആ ഡബ്ഡ് വെർഷൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ച് കണ്ടത്. കാരണം അത് സ്റ്റിൽ അതിപ്പോഴും നമുക്ക് നെറ്റിലൊക്കെ തപ്പി കിട്ടുന്നുണ്ടാവും. കിടില സാധനമാണ് അതിൻ്റെ തമിഴ് ഡബ്ഡ്. സാധാരണ ഇങ്ങനത്തെ ഡബ്ബ് എനിക്ക് അധികം ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഡെഡ്പൂൾ 1ൻ്റെ തമിഴ് ഡബ് ഈസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. തീർച്ചയായിട്ടും കേട്ട് നോക്കണം.
കണ്ടു നോക്കണം എന്നല്ലേ പറയാം, ശരിക്കും കേട്ട് നോക്കണം. ഗംഭീര സാധനമാണ്. ഇപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ മാർവലിലെ മറ്റെല്ലാ സൂപ്പർ ഹീറോ സീരീസുകളൊക്കെ കാണുന്നവരും ഇല്ലാത്തവരും ഉണ്ടെങ്കിലും ഡെഡ്പൂളിന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താ കാര്യം എന്ന് അറിയില്ല. കാരണം ആ ഒരു ക്യാരക്ടർ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ 3 എങ്ങനെ പോയാലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സിനിമയാണ് എന്ന രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കിടക്കുന്ന ആ ഒരു അധപ്പതിച്ച അവസ്ഥയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഫേസുകൾക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ ഫേസുകളിലെ എല്ലാ ക്ഷീണവും മാറ്റാൻ ഈ ഒറ്റ സിനിമയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാതെ ഇതുപോലെ ചെറിയ കുറച്ച് സാധനങ്ങൾ മതി. ഇനി അടുത്ത ട്രെയിലർ അല്ലെങ്കിൽ അടുത്ത ടീസറിൽ കൂടുതലായിട്ടും വോൾവറിൻ തന്നെയായിരിക്കും കാണിക്കാൻ പോകുക. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫേസ് എങ്കിലും കാണിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ എനിക്ക് ഈ ടീസർ ഭയങ്കരധികം ഇഷ്ടമായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.